എന്നെ എൻ്റെ കുടുംബത്തെയും ഉയർത്തിയ അമ്മ മാതാവിനും തിരുകുമാരനും കോടാനകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സുമാ ശശികുമാർ. ഇതെൻ്റെ മോള് ശാലിനി മോള്, എൻ്റെ കുഞ്ഞുമോള് ഇഷ്ബിക. ഞങ്ങൾ തിരുവല്ലയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 13/11 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എനിക്ക് കുറേ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇവിടെ വരാനുണ്ടായ കാര്യം, എനിക്ക് അതിനു മുമ്പേ ഒരുപാട് പത്രങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാനൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, വായിച്ചിട്ടുമില്ല. തരും, ഞാനൊരു സർക്കാർ സ്ഥാപനത്തിൽ ജോലിയാണ്, തരും, ഞാൻ ഇരിക്കുന്ന ചെയറിൻ്റെ കീഴിൽ വയ്ക്കും. ഞാൻ നോക്കിയിട്ടില്ല. ഒരു ദിവസം എൻ്റെ സുഹൃത്ത് എനിക്കൊരു പത്രം കൊണ്ടുവന്ന് തന്നു. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് ഉടമ്പടി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട്, സുമാ സാക്ഷ്യം പറഞ്ഞോളും. ഞാൻ ഉടനെ മറുപടി പറഞ്ഞു, മോളുടെ നാക്ക് പൊന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞു. 2 ദിവസത്തിനകം ഞാനിവിടെ വന്നു. 13/11/2022 കുറേ സാമ്പത്തിക ബുദ്ധിമുട്ട്, എൻ്റെ വീട് വിൽപ്പന, എൻ്റെ 3 മക്കളും കല്യാണം കഴിച്ചിട്ട് 9 വർഷം 8 വർഷം 6 വർഷമായി. ഞാൻ വളരെയധികം ത്യാഗത്തിലാണ്, വിഷമത്തിലും സങ്കടത്തിലും ആണ്. ഒരു പരിപാടിക്ക് പോകാനോ, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ അയൽക്കാർ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ബന്ധുക്കൾ എല്ലാവരുടെയും മുന്നിൽ ഞാൻ തലകുനിക്കിച്ച് നടക്കുമായിരുന്നു. കാരണം അവർ ചോദിക്കുന്നതിന് എനിക്ക് മറുപടിയില്ല. എൻ്റെ 3 മക്കളും കല്യാണം കഴിച്ചിട്ട് കുഞ്ഞുങ്ങളില്ല എന്ന് പറയുമ്പോൾ ആ ഒരവസ്ഥയെ എനിക്ക് വളരെയധികം വേദനിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതാരും ചോദിക്കുന്നവരാരും അതറിയുന്നില്ല. എൻ്റെ ഹൃദയം നുറുങ്ങുന്നത് അവരറിയുന്നില്ല. ഞാനിവിടെ വന്ന് എൻ്റെ സങ്കടങ്ങളെല്ലാം ഞാൻ എൻ്റെ അമ്മ മാതാവിന് സമർപ്പിച്ചു. എൻ്റെ ഇളയ മോൾക്ക് ജോലിയില്ല, വീട് വിൽക്കണം. ഒത്തിരി പ്രതിസന്ധിയിലാണ് ഞാനിവിടെ വരുന്നത്. എൻ്റെ 2023 മാർച്ചിൽ എൻ്റെ മോൾക്ക് ഒരു ഫിനാൻസിൽ ജോലി കിട്ടി. അത് കഴിഞ്ഞ് ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. എൻ്റെ 2ാമത്തെ ഉടമ്പടിയാണിത്. എൻ്റെ ഫസ്റ്റ് ഉടമ്പടി, എൻ്റെ ഹസ്ബൻഡ് 40 വർഷമായി സിഗരറ്റ് വലിയായിരുന്നു. ഉടമ്പടി സാക്ഷ്യമായിരുന്നു അത്. 40 വർഷമായി സിഗരറ്റ് വലി. ഇവിടെ വന്ന് അത് നിർത്തി. ഇതുവരെ അത് ഉപയോഗിച്ചിട്ടില്ല. അതായിരുന്നു എൻ്റെ ഇവിടെ ആദ്യം എനിക്ക് വന്ന് 2023 ജനുവരി 1 എനിക്ക് കിട്ടിയ അനുഗ്രഹം അതാ. അത് കഴിഞ്ഞാണ് എൻ്റെ മോൾക്ക് ജോലിയുടെ ഇത്. അത് കഴിഞ്ഞ് മെയ് 20 ഞാൻ എൻ്റെ വീട് വിൽക്കാനായിട്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 18 എൻ്റെ മോള്, എൻ്റെ ഇളയ മോൻ്റെ ഭാര്യ പ്രഗ്നൻ്റാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം. ഞാൻ ഒരുപാട് കരഞ്ഞു. എൻ്റെ മോളെ കെട്ടിപ്പിടിച്ച്, എൻ്റെ മരുമോളെ കെട്ടിപ്പിടിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു. ഞാൻ വീടാണ് ചോദിച്ചത്, പക്ഷേ എൻ്റെ അമ്മയ്ക്കറിയാം എനിക്ക് വീടല്ല ആവശ്യം, എൻ്റെ മക്കൾക്ക് കുഞ്ഞുങ്ങളാണ്. എൻ്റെ കുടുംബത്തെ എൻ്റെ അമ്മ ഉയർത്തി. ഞാൻ വളരെയധികം സന്തോഷിച്ചു. 8 മാസം ആയപ്പോഴത്തേക്ക് ആ മോള് പ്രസവിച്ചു. കുഞ്ഞിന് ഒരു കാലിന് അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഉടമ്പടി തൈലവും അതിൻ്റെ എല്ലാം ഇതായ പ്രാർത്ഥനയുടെ സഹായത്താൽ അത് മാറി. അവർ മസ്കറ്റിലാണ്. അവർ സാക്ഷ്യം പറയാൻ ഇവിടെ വന്നുകൊള്ളും. 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മൂത്ത മകളാണ്. 9 വർഷമായി കല്യാണം കഴിച്ചിട്ട്. എപ്പോഴും എന്നോട് പറയും, അമ്മ ഇളയ മോൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അമ്മ ഞങ്ങൾക്ക് 2 പേർക്ക് കുഞ്ഞുങ്ങളില്ല, വേറെ 2 പേർക്കും ഇല്ല, എൻ്റെ മോൾക്കുമില്ല, ഇതിൻ്റെ ഇളയ മോനുമില്ല. എന്നോടെന്നും പറഞ്ഞ് കരയും. ഞാൻ ഇവിടുത്തെ മെയ് മാസത്തിലെ വണക്കമാസത്തിന് ഇവിടെ വന്ന് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ എൻ്റെ മോള് പറയും. എൻ്റെ പേര് ശാലിനി എന്നാണ്. ഞാൻ ദുബൈയിൽ നിന്നാണ് വരുന്നത്. 9 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ 2025 സ്റ്റാർട്ട് ചെയ്തത്. സെബേനിലായിരുന്നു സ്റ്റാർട്ട് ചെയ്ത ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, അപ്പോൾ ഞാൻ ഡോക്ടറോട് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു, സാറേ IVF ചെയ്തു, കാരണം ഇത്രയും വർഷമായല്ലോ, അത് കാരണം IVF ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, വേണ്ട, നമുക്ക് നോക്കാം, നോർമലായിട്ടാകുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴും ഞാൻ അമ്മയോട് പറയും, അമ്മ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടല്ലോ, എൻ്റെ കാര്യം മാത്രം എന്നെ അമ്മ ഇത് ഒരു കാര്യങ്ങളൊന്നും ആകുന്നില്ലല്ലോ എന്ന് പറയും, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ. അപ്പോൾ അമ്മ പറയും, നടക്കും, മാതാവ് നടത്തി തരുമെന്ന് പറയും. അങ്ങനെ ഇവിടുന്ന് നേർച്ച വസ്തുക്കളൊക്കെ ഞാൻ കൊണ്ടുപോയി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിക്കുമായിരുന്നു. എല്ലാ ദിവസവും കൊന്ത ചൊല്ലുമായിരുന്നു. അങ്ങനെ ഇവിടുന്ന് ഞാൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, 6 മാസത്തെ മെഡിസിൻ എടുക്കുക, 6 മാസം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളൊന്നും ആകുന്നില്ലെങ്കിൽ ഇനി വരണം, നമുക്ക് ഡിസംബറിലേക്ക് IVF ചെയ്യാമെന്ന് പറഞ്ഞു.
ഞങ്ങൾ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് മരുന്നുമായിട്ട് അങ്ങ് പോയി. ഒരു 3 മാസം മരുന്ന് കഴിച്ചപ്പോൾ എനിക്ക് ജോലിയും ചെയ്യണം, മരുന്നും ഈ ഇഞ്ചക്ഷൻസും ഒക്കെ എടുത്തപ്പോൾ ഞാൻ ആ ടയേർഡ് ആയിക്കൊണ്ടേയിരുന്നു. അപ്പോൾ എനിക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടായി, ഡിപ്രഷനൊക്കെ ആയി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എന്തായാലും ഡിസംബർ നമ്മൾ നാട്ടിൽ പോകും, അപ്പം നമുക്ക് IVF ചെയ്യാം. കാരണം ഇത്രയും ഡിപ്രഷനിലൊക്കെ അവസ്ഥയിലായിട്ട് ജോലി ചെയ്യുമ്പോൾ ജോലി ചെയ്യാനും വീട്ടിലെ കാര്യങ്ങളെല്ലാം കൂടെ നോക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു മെഡിസിൻ എല്ലാം നിർത്തിയേക്ക്, നവംബർ തൊട്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ മെഡിസിനൊക്കെ ഡിസംബർ നമുക്ക് ചെന്ന് IVF ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മെഡിസിൻ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഫോളിക് ആസിഡ് മാത്രമേ എടുക്കുന്നുള്ളായിരുന്നു. പിന്നെ ഞാൻ എല്ലാ ദിവസവും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ ജൂലൈ ഞാൻ പ്രഗ്നൻ്റ് ആയി. ഞങ്ങൾ അറിഞ്ഞില്ല. കാരണം ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറയും എനിക്കൊരു മേലായികയുണ്ട്, അങ്ങനെ എനിക്ക് വയ്യെന്നൊക്കെ പറയും നമ്മളെല്ലാം എപ്പോഴും ഇത് നോക്കുന്നതല്ലേ, അതുകൊണ്ട് ഒന്നും കാണത്തില്ല, നീ നിനക്ക് തോന്നുന്നതായിരിക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഓഗസ്റ്റ് അവസാനം ആയപ്പോഴത്തേന് എനിക്കൊരു പനി വന്നു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടറോട് ചോദിച്ച് പനി മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ എനിക്ക് പീരീഡ്സ് ആയിട്ട് 2 മന്ത് ആയെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മാഡം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകുന്നതാണ്, അതുകൊണ്ട് അത് നോക്കണമെന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് പറഞ്ഞു നമുക്ക് അൾട്രാസൗണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അൾട്രാസൗണ്ട് റൂമിലേക്ക് എത്തിയപ്പം മാഡം പരിശോധിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം ഇത്രയും വർഷം ഞാനൊരു കുഞ്ഞിന് വേണ്ടിയായിരുന്നു കാത്തിരുന്നത്. അങ്ങനെ അത് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സന്തോഷമായി. ഞാൻ അമ്മയെ വിളിച്ച് പറയാം. അപ്പോൾ അമ്മയാണെങ്കിൽ എന്നോട് പറഞ്ഞു കണ്ടോ മാതാവ് നിനക്ക് കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞതല്ലേ. അങ്ങനെ ഞങ്ങൾ അധികം ആരോടൊന്നും പറഞ്ഞില്ല. കാരണം 3 മാസമൊക്കെ കഴിയട്ടെ, ഇത് ഒന്നാമത് എനിക്ക് മൂന്നാം മാസമൊക്കെ അപ്പോൾ ഷുഗറൊക്കെ ആയി. അപ്പോഴത്തേന് നമുക്കങ്ങ് പേടിയായി, ഇത് എന്തുവാ ഇത് മുന്നോട്ട് പോകുന്നത് എങ്ങനെ ആയിരിക്കും. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുള്ളൂ. പക്ഷേ അപ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, കൊന്ത ചൊല്ലിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ 4-ാം മാസമായപ്പോൾ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു. അങ്ങനെ ബിലീവേഴ്സിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ 5-ാം മാസത്തെ അൾട്രാസൗണ്ടിൽ കാണുകയാണ് കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ വാൽവിന് ഹോളുണ്ടെന്ന് കാണുക. അപ്പം ഞാനാണെങ്കിൽ എന്നോട് അൾട്രാസൗണ്ട് കഴിഞ്ഞ് അവിടെ നിന്നപ്പോൾ തന്നെ മാഡം പറഞ്ഞു ഇതൊരു ചെറിയ പ്രശ്നമുണ്ട്, ഇത് മാറും, കാരണം ഇത് ഷുഗർ ഉള്ളത് കൊണ്ടായിരിക്കും, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞിനെ കിട്ടിയപ്പോൾ അതിന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് വലിയ ഭയങ്കരമായിട്ട് കരയുവാണ്. അപ്പോൾ എന്നോട് ഡോക്ടറൊക്കെ ആശ്വസിപ്പിച്ചു, ഇല്ല നീ ഒരു നേഴ്സാണ്, അതുകൊണ്ട് നീ ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല, ഇത് മാറിക്കോളും, ഇത് കുഞ്ഞിൻ്റെ വളർച്ചയൊക്കെ പൂർണ്ണമാകുന്ന അനുസരിച്ച് ഇത് ചിലപ്പോൾ കാണാതെ പോകാം, അതുകൊണ്ട് നീ ഇല്ലാതാകും, നീ അതുകൊണ്ട് പേടിക്കുമൊന്നും വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാനാണെങ്കിൽ അതൊന്നും എൻ്റെ ചെവിയിലോട്ട് കയറുന്ന ഒരു അവസ്ഥയിലല്ലായിരുന്നു. ഞാൻ എന്നിട്ട് വെളിയിലോട്ട് വന്നിരുന്ന അമ്മയോട് പറഞ്ഞു ഭയങ്കരമായിട്ട് കരഞ്ഞു. അപ്പോൾ അമ്മ വെളിയിൽ നിന്നിട്ട് അമ്മ എന്നെ നോക്കി എന്നോട് പറഞ്ഞു നീ മാതാവിൽ ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞാണിത്, ഒന്നുമേ വരുത്തത്തില്ല മാതാവ്, നീ പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കരയുവാണ്. അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് ഒരു മാറ്റവും ഇല്ല, അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഇപ്പം മാഡത്തോട് ഞാൻ പറഞ്ഞപ്പോൾ മാഡം പറഞ്ഞു എന്നാൽ അടുത്ത മാസം നമുക്ക് 3D എക്കോ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം വീട്ടിൽ വന്ന് എന്നോട് അമ്മ പറഞ്ഞു നീ ഒന്നും വിഷമിക്കുക വേണ്ട എന്ന് പറഞ്ഞു. ഞാനപ്പോൾ വീട്ടിൽ വന്നിട്ട് നാത്തൂനോടും ആങ്ങളയോടും അച്ഛനോടും എല്ലാം പറഞ്ഞു, ഹസ്ബൻഡിനോടും ഒക്കെ. എന്നെ അമ്മയ്ക്കാണെങ്കിൽ ഈ ഒരു സംഭവം നടന്നിട്ട് അമ്മ ഒന്നും അനങ്ങാതെ നിൽക്കും, ഞാനിവിടെ വന്ന് ഭയങ്കര വലിയ വായിൽ കരയമാണല്ലോ. അപ്പം അമ്മ പറഞ്ഞു എനിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഞാനൊന്നും പറയാൻ അതുകൊണ്ടാണ് മാതാവിന് കൊടുത്തത്, മാതാവ് നോക്കിയോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം അമ്മ എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം മനസ്സിലാക്കണം, അടുത്ത പ്രാവശ്യം നമ്മൾ എക്കോ എടുക്കാൻ ചെല്ലുമ്പോൾ ഈ ഹോൾ അവിടെ ഉണ്ടായിരിക്കുകയില്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ 6-ാം മാസത്തിൽ എക്കോ എടുക്കാൻ ചെന്നപ്പോൾ എക്കോ എടുത്ത് കഴിഞ്ഞ് മാഡം എന്നോട് പറഞ്ഞു ശാലിനി ആ ഹോൾ ഇപ്പോൾ അവിടെ കാണുന്നില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ലെന്ന് പറഞ്ഞു. അതും എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞു മാതാവിനോട്. അങ്ങനെ ഞാൻ അന്ന് പറഞ്ഞു മാതാവേ ഈ കുഞ്ഞുണ്ടായി കഴിഞ്ഞ് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്നേക്കാം, ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം അമ്മയുടെ കൂടെ വന്നെന്ന് പറഞ്ഞു. അങ്ങനെ 7-ാം മാസം അപ്പോൾ എൻ്റെ ഷുഗർ ഇച്ചിരി ചേഞ്ചസ് വന്നു ഷുഗറിൽ. അപ്പം മാഡം എന്നോട് പറഞ്ഞു വന്ന് അഡ്മിറ്റ് ആകണം, കാരണം എന്താ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇൻസുലിൻ വീട്ടിൽ തന്നു വിടത്തില്ല, കാരണം ഷുഗർ വേരിയേഷൻ വല്ലതും ഉണ്ടായ ബുദ്ധിമുട്ടാണല്ലോ, അപ്പം നീ വന്ന് അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 7-ാം മാസം അവസാനമായപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ വന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ വന്നപ്പോൾ അപ്പോൾ 7-ാം മാസം സ്കാനിങ് നടത്തില്ല. അപ്പോൾ മാഡം പറഞ്ഞു അഡ്മിറ്റ് ആക്കിയിട്ട് പറഞ്ഞു എന്നാൽ സ്കാൻ കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 7-ാം മാസത്തെ സ്കാനിങ് കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് സർവീക്സ് ഇച്ചിരി ഓപ്പണാണ്, ഷോർട്ട് സർവീക്സുമാണ്. അപ്പോൾ എന്നോട് മാഡം അപ്പം തന്നെ അവർ എന്നോട് പറഞ്ഞു ഇന്ന് തന്നെ സർജറി ചെയ്യണം, കാരണം അതുപോലെ തന്നെ എൻ്റെ വയറും അങ്ങ് വല്ലാതെ ടൈറ്റായി, അപ്പോൾ പ്രസവം നടക്കും ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ എന്നെ വേഗം ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, അവിടുന്ന് OT-യിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഈ കുഞ്ഞിനെ എല്ലാവിധ വളർച്ചയുമായിട്ട് പൂർണ്ണ വളർച്ച എത്തിയ ഒരു കുഞ്ഞിനെയാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 8-ാം മാസം അവിടെ അഡ്മിറ്റായി. അങ്ങനെ 38-ാമത്തെ ആഴ്ച വരെ മാതാവ് എന്നെ മുന്നോട്ട് കൊണ്ട്. അങ്ങനെ ഞാൻ ഏപ്രിൽ 12-ാം തീയതി എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചു. അതുകൊണ്ട് മാതാവിന് 1000 നന്ദിയുണ്ട്. കാരണം എന്നെ പലവരും എന്നെ കളിയാക്കെടുത്ത് എൻ്റെ തല
ഉയർത്തിപ്പിടിച്ചതിന് എനിക്കൊരു കുഞ്ഞിനെ തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് ഇത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു മോൻ്റെ ഭാര്യ 8 മാസം പ്രഗ്നൻ്റാണ്. മൂന്നാമത്തെ മകന് 8 വർഷം കഴിഞ്ഞ് ഇപ്പോൾ പ്രഗ്നൻ്റാണ്. ആദ്യത്തെ കുഞ്ഞ് പ്രഗ്നൻ്റാണ്. ഇപ്പം 8 മാസമായി ഇവിടെ വന്നിട്ടുണ്ട്. അച്ഛനെ കൊണ്ട് ബ്ലെസ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇവിടെ ഇന്ന് ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആവുകയാണ്. കുഞ്ഞിനെ തന്നു. പിന്നെ അടുത്തത് എൻ്റെ വീട് വിൽപ്പനയായിരുന്നു. എൻ്റെ വീട് വിൽക്കാൻ വേണ്ടി വളരെയധികം വിഷമിച്ചു. ഞാൻ അന്നേരം എല്ലാം മാതാവിനോട് എൻ്റെ വീട് വിൽക്കണ കാര്യം പറയുമ്പോൾ എൻ്റെ വീട് വിൽക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുകയും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും എല്ലാം ചെയ്തിട്ടും എൻ്റെ വീട് വിൽക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ മക്കൾക്ക് 3 പേർക്കും കുഞ്ഞുങ്ങളെ തന്നതിന് ശേഷം ആ വീട്ടിൽ വെച്ച് തന്നെ എൻ്റെ 3 മക്കൾക്കും കുഞ്ഞുങ്ങളെ തന്നതിന് ശേഷം മാതാവ് എൻ്റെ വീട് വിറ്റ് തന്നു. മാതാവ് വീട് വിൽക്കുമ്പോഴും പെട്ടെന്നൊരു തട്ടിക്കൂട്ട് കച്ചവടമായിരുന്നു. 23 ലക്ഷം രൂപയ്ക്കാണ് എൻ്റെ വീട് വിറ്റത്. ഞാൻ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് എൻ്റെ വീട് വിൽക്കുന്നത്. എനിക്കൊന്ന് സംസാരിക്കാനോ ഒന്ന് പറയാനോ ഒന്നും ആയില്ല. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു 4 ബോർഡാണ്, ജപ്തിയുടെ 4 ബോർഡാണ് എൻ്റെ വീട്ടിലിരിക്കുന്നത്. അപ്പോൾ ഇത് കച്ചവടം എത്ര എളുപ്പം ചെയ്ത് അവരുടെ ബാങ്കുകാരുടെ കടം വീടണം എന്നായിരുന്നു ഹസ്ബൻഡിൻ്റെ. അത് കാരണം എനിക്കൊന്നും സംസാരിക്കാനോ ഒന്നും പറ്റാതെ ഹസ്ബൻഡ് ടോക്കൺ വാങ്ങിച്ചു, അഡ്വാൻസ് വാങ്ങിച്ചു. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് അമ്മ എന്നെ സമ്മതിക്കുന്നില്ല. വീട് അവർക്ക് കൊടുക്കണ്ട എന്ന് തന്നെയാണ്. പക്ഷേ എനിക്ക് ഹസ്ബൻഡിന് ഇച്ചിരി ദേഷ്യമുണ്ട്. തന്നെയല്ല, ആണുങ്ങൾ വാക്ക് പറഞ്ഞെടുത്ത് എനിക്ക് കയറി പറയേണ്ട ഒരു കാര്യമില്ല. ഞാൻ അഡ്വാൻസ് മേടിച്ച് കഴിഞ്ഞു. ഞാൻ വളരെയധികം ദുഃഖിച്ചു ഈ ഒരു കാര്യത്തിൽ. എനിക്ക് മോളെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടും എനിക്കതൊന്നും വല്ല കാര്യം. എൻ്റെ വീട് വിൽക്കണം, അമ്മ എന്നെ സമ്മതിക്കുന്നില്ല. ഞാൻ വീട്ടിൽ തിരിച്ചു വന്നു. ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ വീട്ടിൽ വന്നു. ഞാൻ അച്ഛനോട് ചോദിച്ചു. അവരെന്ത് പറഞ്ഞു? അവർ അഡ്വാൻസ് തന്നു എന്ന് പറഞ്ഞു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് നേരത്തെ പറഞ്ഞു, അമ്മ എനിക്കിത് ഹസ്ബൻഡോട് സംസാരിക്കാൻ പറ്റത്തില്ല, കാരണം ഇച്ചിരി ദേഷ്യമുള്ള ആളാണ്. തന്നെയല്ല, അഡ്വാൻസ് മേടിച്ച് അച്ഛൻ്റെ വാക്കിന് ഒരു വിലയില്ലാതെ പോകും. അതുകൊണ്ട് അമ്മ തന്നെ ഇത് സംസാരിക്കണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവരെ വീട് വാങ്ങിയ ഒരു ഫോൺ വിളിച്ചു. അവർ അഡ്വാൻസ് തന്നിട്ടുണ്ട്. 10 ലക്ഷം രൂപ അഡ്വാൻസ് തന്നു. അവർക്ക് ആധാരം കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു, ആധാരം തരത്തില്ല. ആധാരം എഴുതുന്ന എന്നോ അന്നാണ് ആധാരം തരുന്നത്. എത്ര രൂപ തന്നാലും അതിന് തരത്തില്ല എന്ന് പറഞ്ഞു. ആ കച്ചവടം മാറിപ്പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 26 ലക്ഷത്തിന് അവർ ആ വീട് വാങ്ങിച്ചു. 3 ലക്ഷം രൂപ കൂടെ എൻ്റെ മാതാവ് എനിക്ക് തന്നു. ഇപ്പോൾ 1 വർഷം ഞങ്ങൾക്ക് ആ വീട്ടിൽ താമസിക്കാനുള്ള അനുമതിയും തന്നു. ഞങ്ങളിപ്പോൾ ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം കൊടുക്കും, ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കും, പിന്നെ പൊതിച്ചോറുകൾ കൊടുക്കുന്നുണ്ട്. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ആശുപത്രികളിൽ പോയി രോഗികളെ കാണുന്നുണ്ട്. തൈലം തൂത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ഒത്തിരി പേർക്ക് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. അതൊക്കെയായിരുന്നു എൻ്റെ ആത്മീയ ജീവിതത്തിൽ. ഞാൻ ഒരുപാട് എനിക്ക് ഭയങ്കര ദേഷ്യവും ആർക്കും ഒരു സാധനം കൊടുക്കത്തില്ലാത്തൊരു സ്വഭാവമായിരുന്നു. ഇപ്പോൾ എൻ്റെ മനസ്സിൽ എന്തുണ്ടെങ്കിലും എനിക്ക് ആർക്കും കൊടുക്കുവാനും ആരോടും സൗമ്യതയോടുകൂടി സംസാരിക്കുവാനും എൻ്റെ മാതാവ് എനിക്ക് വളരെയധികം ക്ഷമ തന്നു. അത് ഞാൻ ജപമാല, ബൈബിള്, അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നുണ്ട്, ജപമാല വയ്ക്കുന്നുണ്ട്. ജപമാല എല്ലാ ദിവസവും ജപമാല ചെല്ലുന്നുണ്ട്. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നും കാണുന്നുണ്ട്. ഇവിടുത്തെ ധ്യാനം കൂടുന്നുണ്ട്. പിന്നെ ഞാൻ 3 പ്രാവശ്യം അഖണ്ഡ ജപമാലയിൽ കണ്ടിന്യൂ ആയിട്ട് 3 വർഷം ഞാൻ പങ്കെടുത്തു. ഈ ഡിസംബർ 7-ാം തീയതി, ഈ കഴിഞ്ഞ ഡിസംബർ 7-ാം തീയതി ഞങ്ങൾ രാവിലെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്കാണ്. ഞങ്ങൾക്ക് വേഗം പോകാനായിട്ട് ഞങ്ങൾ വന്നവരാണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ചെറിയ തോതിൽ പനിയുണ്ടായിരുന്നു. ഇവിടെ വന്ന് 5 മണി വരെ നിന്നിട്ടും ഞങ്ങൾക്ക് ഇതിനകത്ത് കയറാൻ സാധിച്ചില്ല ജനങ്ങൾ കൊണ്ട്. എന്നോട് പറഞ്ഞു, ഞാൻ വീട്ടിൽ പോവാ, എനിക്ക് പനി കൊണ്ട് തീരെ വയ്യ, നമുക്ക് വീട്ടിൽ പോകാം. ഞാൻ പറഞ്ഞു, ഞാൻ വരില്ല, ഞാൻ അമ്മയെ കാണാനാണ് വന്നത്, അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞില്ല, ആലപ്പുഴയിൽ നിന്ന് ലാസ്റ്റ് വണ്ടി 9 മണിക്കാണ്, നീ ഇവിടെ രാത്രി കിടക്കത്തേ ഉള്ളെന്ന് പറഞ്ഞു. ഞാൻ കിടന്നോളാം, എങ്കിലും എനിക്ക് എൻ്റെ അമ്മയെ കാണണം, ഞാൻ രാവിലെ വീട്ടിലെത്തിക്കോളാം. ഞാൻ പോയില്ല. എന്നെ ആകുന്ന വിളിച്ചു, ഞാൻ പോയില്ല. ഞാനിവിടെ 8 മണി രാത്രിയായപ്പോൾ എനിക്ക് മാതാവിൻ്റെ അടുക്കൽ കയറാനുള്ള അനുമതി കിട്ടി. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് 10 മണിയായപ്പോഴത്തേക്ക് എനിക്ക് ആലപ്പുഴയിൽ നിന്ന് ചങ്ങനാശ്ശേരിക്കുള്ള ബസ് കിട്ടി. രാത്രി 10 മണി. ഞാൻ 11:30-12 ആയപ്പോൾ എൻ്റെ വീട്ടിൽ ചെന്നു. അതെനിക്കൊരു വലിയൊരു അനുഭവം തന്നെയായിരുന്നു. ഈ അമ്മ മാതാവിൻ്റെ തൈലവും ഉപ്പും എല്ലാ നേർച്ച വസ്തുക്കളും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് രോഗസൗഖ്യം തരുന്നുണ്ട്. എനിക്ക് ഒരാഴ്ച ഒരു പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അത് ആ വിശുദ്ധ തൈലം തൂത്തതിൻ്റെ ഫലമായി അത് മാറിക്കിട്ടി. മെഴുകുതിരിയിൽ എനിക്ക് കുറേ അത്ഭുതങ്ങൾ തന്നിട്ടുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ തന്നിട്ടുണ്ട്. ഈശോയും ഉണ്ണിയേശോയും എൻ്റെ അടുക്ക വന്നു കഴിഞ്ഞാണ് എൻ്റെ മക്കൾക്ക് ഈ കുഞ്ഞുങ്ങളെ കിട്ടാൻ ഇടയായത്. ഒരു ദിവസം ഒരു ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ ഒരു കുഞ്ഞ് താഴെ വീണു. ഞാൻ ഈ ഉണ്ണിയേശുവാണെന്നൊന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ ഓടി അടുത്ത വീട്ടിൽ കൊണ്ടുവന്ന് ഇത് കണ്ണ് തുറന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഓടി അടുത്ത വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു, ഇതിൻ്റെ കണ്ണ് തുറക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് ഇതിൻ്റെ കണ്ണിന് ഒരു കുഴപ്പമില്ലല്ലോ എന്ന്. ഞാൻ എൻ്റെ കയ്യിലോട്ട് മേടിച്ചപ്പോൾ ഉണ്ണിയേശു വരുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി, ഒരുപാട് സന്തോഷം.
പിന്നെ അമ്മ മാതാവിൻ്റെ പ്രസൻസ് എനിക്ക് കിട്ടിയിട്ടില്ല. ഈ കഴിഞ്ഞൊരു ദിവസം ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ അമ്മയോട് കുറച്ച് കരഞ്ഞു പറഞ്ഞിട്ടാണ് പോയേ. ഇവിടുന്ന് ഞാൻ ഇറങ്ങുന്നതിന് മുമ്പേ എന്നെ മുല്ലപ്പൂ കൊണ്ട് പൊതിയുന്ന പോലുള്ള മണം തന്നു. ഇവിടെ ഓരോരുത്തർ പറയുന്നുണ്ട് ഒരു പൂ ചോദിച്ചാൽ ഒരു പൂക്കാലം തന്നെയാണെന്നും അത് സത്യം തന്നെയാണ്. എൻ്റെ അനുഭവം എന്നെ സത്യമാണ്. എനിക്ക് ഒരുപാട് എൻ്റെ അയൽവക്കക്കാർ പോലും പറയുന്നുണ്ട് ഇത്രയധികം അനുഗ്രഹം കിട്ടിയ ഒരു വ്യക്തിയില്ലെന്ന്. അതുപോലെ എനിക്ക് അനുഗ്രഹം കിട്ടി. എനിക്കൊരു 2 വീലറുണ്ട്. ആ 2 വീലറിലാണ് ഞാൻ ഇന്ന് രാവിലെ ജോലിക്ക് പോകുന്നത്. ഒരു ദിവസം ആ 2 വീലർ ഒരു 3 മണിയായപ്പോൾ, ആദ്യം 1 മണിയായപ്പോൾ പട്ടി കുറച്ചു, പുറത്തിറങ്ങിയില്ല. കള്ളന്മാരുടെ ശൈലവും പേടിയായിരുന്നു. അത് കണ്ട് 3 മണിയായപ്പോഴത്തേക്ക് വീണ്ടും കുറച്ചു. ഞങ്ങൾ പെട്ടെന്ന് കതവ് തുറന്നില്ല, ജെല്ല് തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ വണ്ടി അവിടെ ഇല്ല. എൻ്റെ വണ്ടിക്കകത്തും മാതാവ്, എൻ്റെ വണ്ടിയുടെ കീ ചെയിൻ മാതാവ്, എൻ്റെ കയ്യിലും മാതാവിനെ കൊണ്ടാണ് ഞാൻ രാവിലെ ജോലിക്ക് പോകുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് എപ്പം വണ്ടി എടുക്കുന്നുവോ ആ ജോലി സ്ഥലം വരെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ്. ഞാൻ എവിടെ പോണെങ്കിലും അച്ഛൻ എപ്പോഴും പറയും, ഒരു പച്ചമുളക് മേടിക്കാൻ പോകണമെങ്കിൽ പോലും നിങ്ങൾ മാതാവിനോടും ഈശോയോടും ചോദിച്ചിട്ട് പോകണമെന്ന്. ഞാൻ എവിടെ പോണെങ്കിലും എൻ്റെ ഈശോയോടും മാതാവിനോടും ഞാൻ പറഞ്ഞിട്ടാണ് പോകുന്നത്. അതിൻ്റെ ഫലമായി ആ കള്ളന്മാർ വണ്ടി എൻ്റെ റോഡിൽ വെച്ചിട്ട് പോയി കളഞ്ഞു. അങ്ങനെ എനിക്ക് എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് വണ്ടി തിരിച്ചു കിട്ടി. അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കോടാനകോടി നന്ദി പറയുന്നു. ഇനി മുന്നോട്ട് ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഈശോയുടെ മാതാവിൻ്റെ കൂടെ ജീവിക്കണമെന്നാണ് എനിക്ക് വളരെ ആഗ്രഹം. മറ്റൊന്നും എനിക്ക് ആഗ്രഹമില്ല. എൻ്റെ അമ്മയുടെ കൂടെ ജീവിക്കണം എനിക്ക്. അത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. ഇത്രയും തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനകോടി നന്ദി പറയുന്നു. കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിൻ്റെ അടുത്ത് തിരിച്ചു വരും. അപ്പോൾ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 14-ാം വചനമാണ്. കുടുംബകാര്യങ്ങളിൽ ഏറ്റെടുക്കുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. കാനായിലെ വിവാഹ വിരുന്നിൽ കുടുംബത്തിൻ്റെ പ്രശ്നം മുൻപിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ആ കുടുംബത്തിൻ്റെ അപമാനം നീക്കിക്കളയുവാനായിട്ടാണ് പരിശുദ്ധമ്മ ഈശോയോട് ചെന്ന് പറഞ്ഞത് ആ കുടുംബത്തിന് കുറച്ച് കുറവുകളുണ്ടെന്ന്. ആ കുറവ് തന്നെയാണ് അമ്മ പരിഹരിക്കാൻ ശ്രമിച്ചത്. അങ്ങനെയാണ് ഈശോ പറഞ്ഞത് എൻ്റെ സമയമായിട്ടില്ല എന്ന്. അങ്ങനെ ആ സമയമാകാത്ത സമയം ആക്കി കൊടുത്തത് പരിശുദ്ധ അമ്മയാണ്. അവൻ പറയുന്ന പോലെ ചെയ്യുക എന്ന്. ഉടമ്പടിയിൽ ഉടമ്പടിയിൽ അവൻ പറയുന്നത് ചെല്ലുകയും ചൊല്ലുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി വർക്കൗട്ട് ആണത്. അങ്ങനെയാണ് ഈ മകളും സുമ ശശികുമാർ എന്ന സഹോദരി വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം പാലിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ശിരസുയർത്തി പരിശുദ്ധ അമ്മയുടെ മുന്നിൽ നന്ദി പറഞ്ഞുകൊണ്ട് കുടുംബത്തോടു കൂടി വന്ന് നിൽക്കുവാൻ സാധിക്കുന്നത്. അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. ദൈവത്തിൻ്റെ കൃപയാലാണ്. മെറിറ്റില്ല. കാരണം 8 വർഷം 6 വർഷം 9 വർഷം വെയിറ്റ് ചെയ്ത മക്കളാണ്. അത് സമയചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലിലൂടെയാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് ഈ കുടുംബം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും, ജോലിയുടെ കാര്യവും മക്കളുടെ സംരക്ഷണവും. യാത്ര പോകുമ്പോഴത്തേന് സ്കൂട്ടി പോലും അവിടെ എല്ലാം എവിടെ പോയാലും ഈശോയുടെയും അമ്മയുടെയും കാശുരൂപവും ഉടമ്പടി വസ്തുക്കളൊക്കെ ഉണ്ട്. വണ്ടിയിലാണേലും പുറത്ത് പോകുമ്പോഴൊക്കെ കുരിശ് വരച്ചാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം ഉടമ്പടി മക്കളുടെ ജീവിതത്തിലുള്ളത്. ഇവരിവിടെ വന്ന് ഡിസംബർ 7-ാം തീയതി നമുക്കറിയാം പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടാണ് ഈ ആലയത്തിൽ. രാവിലെ വെളുപ്പിനെ 3 മണി തൊട്ട് വൈകിട്ട് 12 മണി വരെ ആൾക്കാർ വന്നും പോയിക്കൊണ്ടിരുന്നു. ഈ മക്കൾ രാവിലെ വന്നു. വൈകിട്ട് 8 മണിക്ക് പോകാനായിട്ട് റെഡിയായപ്പോഴും അമ്മയെ കാണാതെ പോകില്ല എന്ന് വാശി പിടിച്ച് ഈ സഹോദരി നിൽക്കുകയാണ്. പക്ഷേങ്കിൽ അന്ന് 10 മണിയായപ്പോഴേ ചങ്ങനാശ്ശേരിയിൽ നിന്ന് പോകേണ്ട വണ്ടി പോകാതെ ഈ മകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അതും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സാന്നിധ്യമാണ് ഈ മകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ എല്ലാ ജീവിതത്തിൽ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. വിശ്വാസവും വിശ്വസ്തതയും മാത്രമാണ് ആവശ്യം ഉടമ്പടിയിൽ. ഈശോയുടെയും അമ്മയുടെയും കൂടെയുള്ള ആ സാന്നിധ്യം മനസ്സിലാക്കാനായിട്ട് ഉള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മക്കൾക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും, പ്രത്യേകിച്ചും ഈ അമ്മയുടെ പ്രാർത്ഥന കേൾക്കുകയും ഈ മക്കൾ ഇന്ന് ഉടമ്പടിയിൽ വരികയും ഒരു വിശ്വാസ കൈമാറ്റത്തിലൂടെ മക്കൾ ഉടമ്പടി ജീവിതത്തിലേക്ക് വരികയാണ്. അമ്മയുടെ വിശ്വാസത്തിലൂടെയാണ്. ആ വിശ്വാസമാണ് ഈ അമ്മ മക്കൾക്ക് കൈമാറ്റം ചെയ്യുന്നത്. ഇത് ക്രൈസ്തവ കുടുംബമല്ല, അക്രൈസ്തവ കുടുംബമാണ്. വിശ്വാസത്തിലൂടെ ഉള്ള ജീവിതത്തിലേക്ക് ഈ അമ്മ ആദ്യം വന്നു. പിന്നെ ഹസ്ബൻഡ് പുകവലി 40 വർഷത്തോളം ഉണ്ടെന്ന പുകവലിയാണ് മാറിക്കിട്ടിയത്. പിന്നീട് മക്കൾക്ക് 6 വർഷം 8 വർഷം 9 വർഷവും കിട്ടാതിരുന്ന കാര്യങ്ങളാണ് ഈശോ അമ്മയും ഇടപെടലിലൂടെ കൊടുക്കുന്നത്. ഇതെല്ലാം ഉടമ്പടി മക്കളുടെ ജീവിതത്തെ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ്. ഇതാണ് ആ മക്കളെ വ്യത്യസ്തരാക്കുന്നത്. ഏത് മതമായാലും ഈശോയും അമ്മയും കൂടെ ഉണ്ടെങ്കിൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ്. അസാധ്യമായതൊന്നുമില്ല. ആ വിശ്വാസത്തോടെ നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കാം. ഉടമ്പടിയിൽ വിശ്വാസത്തോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന ആ ദൈവത്തിങ്കിലേക്ക് നമ്മുടെ പരിശുദ്ധ അമ്മയാണ് നമ്മെ കരം പിടിച്ച് നയിക്കുന്നത്. കൃപാസനം മരിയൻ ഉടമ്പടിയിൽ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ അനുഗ്രഹം ഉറപ്പാണ്.